കഴിഞ്ഞ കുറേയേറെ നാളുകളായി കേരളം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമെന്ന് പറയുന്നത് ലഹരി മാഫിയയുടെ അഴിഞ്ഞാട്ടം തന്നെയാണ്. കേരളത്തിലെ സ്കൂളുകളും കോളേജുകളും കേന്ദ്രീകരിച്ചുകൊണ്ട്, ഹോസ്റ്റലുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള ലഹരി മാഫിയ സംഘങ്ങൾ അഴിഞ്ഞാട്ടം നടത്തുന്നു എന്നത് നമ്മൾ മാധ്യമങ്ങളിലും പത്രമാധ്യമങ്ങളിലും വിഷ്വൽ മീഡിയസിലെല്ലാം നമ്മൾ നിരന്തരം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. കേരളത്തിലെ ചെറുപ്പക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾ വലിയ രീതിയിലേക്ക് അക്രമോത്സുകതയിലേക്ക് പോകുന്നു, വലിയ രീതിയിലേക്ക് കൊലപാതകങ്ങൾ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നു. അപ്പോൾ ലഹരി എന്ന് പറയുന്നത് നമ്മുടെ ഒരു വെളിപ്പാടകലെ കേരളത്തിലെ ക്യാമ്പസുകളിൽ, ഹോസ്റ്റലുകളിൽ, സ്കൂളുകളിലെല്ലാം ലഭ്യമാകുന്ന തരത്തിലേക്ക് ഇതിൻ്റെ വ്യാപനം വളർന്നിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങൾ നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിൽ നിന്നും വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്നും ഇത്തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ, ലഹരി മാഫിയയെ ഇല്ലായ്മ ചെയ്യാനുള്ള ഒരു വലിയ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കേണ്ടത് ഒരു വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്, യാഥാർത്ഥ്യം ഞങ്ങളുടെ കടമയാണ്. അതുകൊണ്ട് തന്നെയാണ് സംസ്ഥാന KSU കമ്മിറ്റി ഈ മാസം 11-ാം തീയതി കാസർഗോഡ് നിന്നും ക്യാമ്പസ് ജാഗരൺ യാത്ര എന്ന തരത്തിലേക്ക് ഒരു യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. ഇന്ന് 8ാമത്തെ ജില്ലയായ എറണാകുളം ജില്ലയിൽ എത്തുമ്പോൾ നമ്മൾ കേൾക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നമ്മളെല്ലാവരെയും ഭീതിപ്പെടുത്തുന്നതാണ്. ഒരു കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് വലിയ തോതിലേക്കുള്ള കഞ്ചാവ് ഉൾപ്പെടെയുള്ള ലഹരി വസ്തുക്കൾ ലഭിക്കുന്നു. എന്നിട്ട് നിമിഷ നേരങ്ങൾക്കകം തന്നെ അവർക്ക് ജാമ്യം ലഭിക്കുന്നു. 2 FIR ഇട്ട് അതിൻ്റെ പ്രതികളായിട്ടുള്ള ആളുകളെ രക്ഷിക്കുന്ന സമീപനം ഇവിടെ പോലീസിൻ്റെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അവരെ സ്റ്റേഷനിൽ നിന്ന് വിളിച്ചിറക്കിക്കൊണ്ടുവരുന്നത് SFIയുടെ ഔദ്യോഗികമായിട്ടുള്ള നേതൃത്വം, ഏരിയ കമ്മിറ്റി നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള ആളുകളാണ്. ഞങ്ങൾ ഈ ജാഥ തുടങ്ങിയപ്പോൾ കേരളീയത്തിലെ പൊതുസമൂഹത്തോടും കേരളത്തിൻ്റെ ക്യാമ്പസിലെ വിദ്യാർത്ഥികളോടും ഞങ്ങൾ പറഞ്ഞത് ഈ ലഹരിയുടെ വിഷയത്തിൽ നമുക്ക് രാഷ്ട്രീയം കലർത്തേണ്ടതില്ല. ഇതിൽ കക്ഷി രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരേണ്ടുന്ന ഒരു വിഷയമല്ല. അതിന് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറമുള്ള തരത്തിലേക്ക് കേരളത്തിലെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികളുടെ ഇടയിലേക്ക് ലഹരി മാഫിയ പടർന്ന് പന്തലിച്ചിരിക്കുന്നു എന്നതൊരു യാഥാർത്ഥ്യമാണ്. കഴിഞ്ഞ കുറേയേറെ നാളുകളായി സർക്കാർ നിഷ്ക്രിയരായിട്ട് നോക്കി നിൽക്കുകയാണ്. ഇവിടുത്തെ ലഹരി മാഫിയയെ കടിഞ്ഞാണിടാൻ സർക്കാരിന് സാധിക്കുന്നില്ല. രാസലഹരികൾ സുലഭമായി നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു. നമ്മുടെ വിദ്യാർത്ഥികളുടെ ഞരമ്പുകളിലൂടെ ഒഴുകുന്നത് നമ്മൾക്ക് ഭയാനകമായിട്ടുള്ള തരത്തിലേക്കുള്ള രാസലഹരികളാണ്. അപ്പോൾ ഈ മാഫിയയെ കടിഞ്ഞാണിടുക, ഇത് 1-2 ആളുകളെ ഇതിൻ്റെ പ്രതികളായി പിടിക്കുന്നത് കൊണ്ട് മാത്രം ഇതിൻ്റെ അന്വേഷണം അവസാനിപ്പിക്കുകയല്ല വേണ്ടത്. മറിച്ച് ഇത് എവിടെ നിന്ന് വരുന്നു, ആരെല്ലാമാണ് ഇതിൻ്റെ കണ്ണികൾ, ആരാണ് ഇതിൻ്റെ വിതരണക്കാർ, ആരാണ് ഇതിൻ്റെ വിൽപ്പനക്കാർ, ആരാണ് ഇത് വ്യാവസായിക അടിസ്ഥാനത്തിലേക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്, ഈ ശൃംഖലയെ വളർത്തുന്നത് എന്നത് കൃത്യമായി സർക്കാർ ഇതിൽ അന്വേഷണങ്ങൾ നടത്തി അവരെ ഇതിൻ്റെ ഉത്ഭവത്തിൽ നിന്ന്, ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ ഉൾപ്പെടെ അവിടെ നിന്ന് പിടിച്ചുകൊണ്ട് ഇതിനെ ഈ ലഹരി മാഫിയെ കടിഞ്ഞാണിടണമെന്നൊരു ആവശ്യം KSU മുന്നോട്ട് വയ്ക്കുകയായിരുന്നു. ഞങ്ങൾ ജാഥ തുടങ്ങിയ ഘട്ടം മുതൽ കേരളത്തിലെ സർക്കാരിൻ്റെ അടുത്ത് പറയുന്നു, ലഹരി വിരുദ്ധ പോരാട്ടങ്ങൾക്ക്, സർക്കാർ നടക്കുന്ന ഏത് ഉദ്യമങ്ങൾക്കും കലവറയില്ലാത്ത പിന്തുണയാണ് സംസ്ഥാന KSU കമ്മിറ്റി ഉറപ്പുവരുത്തുന്നത്. SFIയും സമാനമായ രീതിയിലേക്ക്, മറ്റ് വിദ്യാർത്ഥി സംഘടനകളെല്ലാം സമാനമായ രീതിയിലേക്ക് ചിന്തിക്കണമെന്നൊരു ആവശ്യം കൂടി ഞങ്ങൾ യാത്രയിലുടനീളം ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. കാരണം ഇത്തരത്തിലുള്ളൊരു യാത്ര നടത്താൻ ഒരു വിദ്യാർത്ഥി സംഘടന, സ്വാഭാവികമായിട്ടും ഞങ്ങൾ പ്രവർത്തിക്കുന്നത് കേരളത്തിലെ ക്യാമ്പസുകളിലാണ്, വിദ്യാർത്ഥികളുടെ ഇടയിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും പല വിദ്യാർത്ഥി സംഘടനയിലും പെട്ട ആളുകൾ ഇതിൻ്റെ കണ്ണികളായി അല്ലെങ്കിൽ ഇതിൻ്റെ ഇരകളായി പല സാഹചര്യത്തിലും വന്നിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് പല ആളുകളും, പല വിദ്യാർത്ഥി സംഘടനകളും ഇത്തരം വലിയ രീതിയിലേക്കുള്ള ക്യാമ്പയിനുകളിൽ നിന്നും മടിച്ചു നിൽക്കുന്നത്. എന്നാൽ KSU സധൈര്യം ആ ക്യാമ്പയിൻ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഏറ്റെടുത്തപ്പോഴും ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളിതിൽ രാഷ്ട്രീയം കലർത്തുന്നില്ല. ഏത് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകളായിക്കൊള്ളട്ടെ, അതിൽ KSUക്കാരുണ്ടെങ്കിൽ, SFIക്കാരുണ്ടെങ്കിൽ, MSFകാരുണ്ടെങ്കിൽ, ASFകാരുണ്ടെങ്കിൽ, ഏത് വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകളുണ്ടെങ്കിലും, രാഷ്ട്രീയമുള്ള വിദ്യാർത്ഥികളോ രാഷ്ട്രീയമില്ലാത്ത വിദ്യാർത്ഥികളോ ആരും തന്നെ ആയിക്കോട്ടെ, അത്തരം ആളുകൾ ഈ കണ്ണികളുടെ ഭാഗമായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ ബോധവൽക്കരണത്തിൻ്റെ ഭാഗമായി അവരെ നോർമൽ ലൈഫിലേക്ക് കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ട്. അവർ ഇരകളാക്കപ്പെട്ടവരെ നമ്മൾ തള്ളിക്കളയുകയല്ല, അവരെ ഇതിൽ നിന്ന് സംരക്ഷിച്ച് അവരുടെ വലയത്തിൽ നിന്ന് പുറത്ത് കൊണ്ടുവരേണ്ടതുണ്ട്. ഇതിൻ്റെ ഉത്ഭവത്തിൽ നിന്ന് തന്നെ സപ്ലൈ ചെയിനിനെ കണ്ടെത്തി അതിനെ മുഴുവൻ നിയമത്തിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട് എന്ന് പറയുകയാണ്. അപ്പോൾ ഒരു കാര്യം, ഇന്നത്തെ വിഷയങ്ങളെല്ലാമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ പാട്രണേജ് ഏറ്റെടുക്കാൻ SFI ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ തയ്യാറാകരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ ലഹരി വിരുദ്ധ യാത്ര 8ാമത്തെ ജില്ലയായി എറണാകുളത്ത് എത്തുമ്പോൾ ഒരു ഹോസ്റ്റലിൽ നിന്ന് വ്യാപകമായിട്ടുള്ള രീതിയിൽ റെയ്ഡ് നടത്തി ഇത് പിടിക്കാൻ സർക്കാർ കാണിച്ച ആ രാർജവത്തെ അഭിനന്ദിക്കുന്നതോടൊപ്പം ഇത് കണ്ണിൽ പൊടിയിടുന്ന സമീപനമായി ഇത് അവസാനിക്കരുത്. ഇത് മുഴുവൻ ലഹരി മാഫിയയും കേരളത്തിലെ വിദ്യാർത്ഥി മനസ്സുകളുടെ ഇടയിൽ
നിന്ന് നമുക്ക് തുടച്ചു നീക്കാൻ നമുക്ക് ഒരുമിച്ച് വിദ്യാർത്ഥി സംഘടനകൾ, സർക്കാർ, പ്രതിപക്ഷം, മാധ്യമങ്ങൾ, രാഷ്ട്രീയമുള്ളവർ, രാഷ്ട്രീയമില്ലാത്തവർ എല്ലാവരും നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മുടെ പൊതു ഇടങ്ങളിൽ നിന്ന് ഇതിൽ നമുക്ക് നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകളാണെങ്കിലും പരസ്പരം മത്സരിച്ച് നിൽക്കേണ്ടതല്ല, രാഷ്ട്രീയക്കാർ മത്സരിച്ച് നിൽക്കേണ്ടതല്ല, രാഷ്ട്രീയമില്ലാത്തവർ മത്സരിച്ച് നിൽക്കേണ്ടതല്ല. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് നിന്നുകൊണ്ട് പൊതുമണ്ഡലത്തിൽ നിന്ന് ഈ വിപത്തിനെ തുടച്ചു നീക്കാനുള്ള ഒരു പ്രവർത്തനത്തിന് നമുക്കെല്ലാവർക്കും കൈകോർത്ത് മുന്നോട്ട് പോകാമെന്ന് മാത്രം പറയുന്നു. നിങ്ങളുടെ എല്ലാവരെയും പൂർണ്ണമായിട്ടുള്ള പിന്തുണ ഈ വിഷയത്തിൽ KSU സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുക കൂടി ചെയ്യുകയാണ്.